to One Team School, Future's favorite tuition hub. So, ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ NCERT വേഴ്സസ് റെഫറൻസ് ബുക്ക്. ഏതാണ് നിങ്ങൾ പഠിക്കട്ടെ എന്നുള്ളതാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് കൺഫ്യൂഷനേ കാണില്ല, കാരണം സ്കൂളിൽ റെഫറൻസ് ബുക്ക് ആയിരിക്കും പഠിക്കുന്നത്. എന്നാൽ ഇതിൽ ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ എക്സാമിന് റെഫർ ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ് ഞാനൊരു 3 പോയിന്റ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എക്സാം ലാംഗ്വേജ് ആണ് നോക്കേണ്ടത്. നിങ്ങൾക്കറിയാം CBSEയുടെ എക്സാംസ് കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കാരണം NCERTയിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറേ ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലും റെഫർ ചെയ്യേണ്ടത് NCERT ബുക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റൂ. സെക്കൻഡ് പോയിന്റ് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾക്കറിയാം നമുക്ക് സിമ്പിളായിട്ട് NCERT ടെക്സ്റ്റ് ഡീകോഡ് ചെയ്യാനും പഠിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, NCERT ടെക്സ്റ്റ് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ റെഫറൻസ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും. തേർഡ് പോയിന്റ് PYQs. NCERT ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള PYQസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഉണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കുറവാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റെഫറൻസ് ബുക്കുകളിലാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയൊക്കെ നിങ്ങൾ എക്സാംസ് എഴുതണം, അല്ലെങ്കിൽ ആൻസേഴ്സ് നിങ്ങൾ എങ്ങനെ എഴുതണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തേക്കും. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതലും PYQs എന്നുള്ള രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ റെഫറൻസ് ബുക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ. So subscribe to our One Team School +2 Commerce channel for more updates like this.